സാർ മേയ്. എന്താടോ? ഒരു പരാതിയുണ്ട്. നിനക്കോ ഭാര്യയ്ക്കോ? ഓ, അപ്പൊ സാർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നല്ലേ? എടോ, ഇവിടെ ഇല അനങ്ങിയാൽ ഞാൻ അറിയും. ഒരു മാസമായി എന്റെ അനിങ്ങിട്ട്. സോറി, ഷീ വിൽ ഡിസൈഡ്. അവള് ഡിസൈഡ് ചെയ്യിക്കോട്ടെ. പക്ഷെ എന്റെ അവിടെ ശാപം ഉണ്ടല്ലോ. ഇതിന്റെ ഇടയിൽ നിന്റെ അമ്മയ്ക്ക് എന്താ കാര്യം? എനിക്കൊരു കുഞ്ഞിക്കാല് കണ്ടിട്ട് കണ്ണടക്കണമെന്നാ എന്റെ അമ്മയുടെ ആഗ്രഹം. അത് അത്യാഗ്രഹമല്ലേ? നിന്റെ കുഞ്ഞിക്കാല് അമ്മ കണ്ടതല്ലേ? ദേ സാറേ, ഷിഫ്റ്റ് മാറ്റണേ, അവിടെ കണ്ടു പറ. കണ്ടു കുമ്പിടാൻ അവളാരാ? ചോറ്റാനിക്കര അമ്മേ. നേരിട്ട് പോയി ചോദിക്കണം പുല്ലേ. നിന്റെ നാവിന്റെ അരം തീർക്കാൻ എന്റെ നെച്ചത്തെക്കാണ് കയറുന്നത്. സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. വന്നാ വിശ്വാസി. കെട്ടിയനും കെട്ടികൾക്കും ഡെസ്കിലിരുന്ന് കുറുങ്ങാനല്ല ശമ്പളം തരുന്നത്. ഷിഫ്റ്റ് മാറ്റുന്ന പ്രശ്നമല്ല. അല്ല, ഒരു മാനുഷിക പരിഗണന വെച്ച് ടൈം റേറ്റിംഗ് എന്ന് പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറുമ്പോ ഈ പരിഗണനയൊന്നും കാണാറില്ലല്ലോ. ഡു യു തിങ്ക് ഐ ആം എ മെഷീൻ? ദേ, ഒരു ലൈഫ് കളഞ്ഞു കുളിച്ചിട്ട് നിൽക്കുക ഞാൻ. മറക്കല്ലേ? ഹലോ, ആണോ? നീ കണ്ടോ? വേണ്ട വേണ്ട, ഞാൻ തന്നെ വരാം. സർ, മന്ത്രി കുഞ്ഞുമൊയ്തീൻ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. വനിതാവേദി പ്രവർത്തകരും പാർട്ടിക്കാരും ഒക്കെ ഉണ്ട്. കാര്യമായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ന്യൂസിന് സാറ് കാരണം ഞാൻ ലൈവ് വന്നോളാം. ആ ഉത്സാഹം കണ്ടോ? ഫോക്കസ് ചാനലിന് വേണ്ടി കവർ ചെയ്യുന്നതേ വേണുവാ. റോയിറ്റേഴ്സിന്റെ വേണു സാറോ? ഇവിടെയോ? ഒരാഴ്ചയുടെ വേണു സ്ഥലത്തുണ്ട്. പഴയ ഏതോ കേസിൽ മൊഴി കൊടുക്കാൻ വന്നതാ ഡൽഹിന്ന്. വെറുതെ ഇരുന്നപ്പോ കയറി ഏറ്റതാവും. ഇന്നത്തെ ലാത്തി ചാർജ് ഒരടി, ഒരേ ഒരടി ഈ ജോൺ സീറോണിയുടെ തലക്കിട്ട് തന്നെ കിട്ടണേ എന്റെ ഈശ്വരാ. എന്താടോ? ഒന്നുമില്ല സാർ. റോയിറ്റേഴ്സിന്റെ വേണുസാറിനെ കണ്ടോ? വേണുസാറാണ് കവർ ചെയ്യുന്നത്. റോയിറ്റേഴ്സിന്റെ സ്റ്റിംഗ് ഈ ഉണക്ക സ്റ്റോറി കവർ ചെയ്യാനോ? ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് സമ്മതിച്ചത്. മന്ത്രി ഇപ്പൊ ഇറങ്ങും. ഞാനിവിടുന്ന് പുറത്തേക്ക് പോകുന്നവരെ ഒന്നും സംഭവിക്കരുത്. ഉറപ്പിച്ചു പറയാൻ പറ്റില്ല സാർ. സാറിന്റെ പാർട്ടി പ്രവർത്തകരെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. പ്രശ്നം ഉണ്ടാക്കുന്നതും സോൾവ് ചെയ്യുന്നതും അത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണോ? തനിക്കൊക്കെ ആളെ നിലക്കിരുത്താൻ ആദ്യം തോക്കുമാണ്. എനിക്ക് എന്റെ നാക്ക് മതി. താൻ കണ്ടോ? ആരും വികാരം കൊള്ളണ്ട, മുദ്രാവാക്യം വിളിക്കണ്ട, നിർത്തിക്കോളൂ. നിർത്താനല്ലേ പറഞ്ഞത്? ആർക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ലേ? നിർത്ത്. ഈ നാട്ടിലെ സ്ത്രീകളോട് എനിക്ക് ആദരവ് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നതൊന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയോ ഉപരോധിക്കുകയോ വഴി തടയുകയോ ചെയ്തോളൂ. പ്ലീസ് 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 പ്ലീസ്. അങ്ങേരെന്താന്ന് വെച്ചാ പറയട്ടെ. ആരും ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. ഒരു റിട്ടയർഡ് ഡിവൈഎസ്പിയുടെ 6 വർഷത്തിന് ശേഷമുള്ള ഒരു പ്രസ്താവനയാണ് ഈ ബഹളങ്ങൾക്കൊക്കെ കാരണം. പോലീസ് അന്വേഷിക്കട്ടെ. ഏത് വിധേനയുള്ള അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഇനി ഈ അന്വേഷണ കാലയളവിൽ ഞാൻ ഈ മന്ത്രിപദത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ടോ? എങ്കിലെന്റെ പാർട്ടിയോ മുഖ്യമന്ത്രിയോ ആവശ്യപ്പെടട്ടെ, അതിനും ഞാൻ തയ്യാറാണ്. പൊള്ളയായ ഒരു ആരോപണത്തിന്റെ പേരിൽ ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? മതിയല്ലോ. ഓക്കെ മമ്മദ്, ഇന്ന് വൈകുന്നേരത്തെ ഷെഡ്യൂൾ എന്താ? രേണു, വെറുതെ തള്ളിക്കയറാൻ നോക്കണ്ട. 4 വാക്കുകൊണ്ട് അയാൾ എല്ലാരും ഒതുക്കി. ഈ ന്യൂസ് വെച്ച് ഇന്ന് മുഴുവൻ ആറാടാമെന്നുള്ള പുതി വേണ്ട. ഫോക്കസ് ടിവിക്ക് വേണ്ടി വേണു കവർ ചെയ്യുന്നു കേട്ടിട്ട് വന്നതാ. അങ്ങേരുണ്ടെങ്കിൽ ഒരു ഫയർ വർക്ക് പ്രതീക്ഷിക്കാലോ. എല്ലാരും കൂടെ മാറിയേക്കണം.
സോറി മാം. വേണം സാറേ. അയ്യോ. ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലേ? ഏതാ? അല്ല മറ്റേ ആ, ആ, ആ. ഞാൻ ഷൂ ഊരി എറിയുന്ന ഇയാൾ കണ്ടോ? ആ, കണ്ടെങ്കിൽ കാണട്ടെ. നമ്മളെ കൊണ്ടുപോയി പടയ്ക്ക്. താങ്ക് യു സർ. അഭിസംബോധന ചെയ്ത് സംസാരിച്ച് രംഗം ശാന്തമാക്കുകയായിരുന്നു. എന്നാൽ അല്പനിമിഷത്തിനുള്ളിൽ മന്ത്രി കുഞ്ഞുമൊയ്തീന്റെ മുഖത്തേക്ക് ആരോ ഒരു ഷൂ വലിച്ചെറിഞ്ഞതോടെ പാർട്ടി പ്രവർത്തകർ ആരാടാ അക്രമാസക്തരാകുകയും വനിതാ വേദി പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു. ഏയ്, ഏയ്. ലാത്തിചാർജ് അനിവാര്യമായിരുന്നുവെന്നാണ് ജില്ലാ പോലീസ് നേതൃത്വത്തിന്റെ വിശദീകരണം. ആ, ആ ഷോർട്സിന്റെ റിതം കണ്ടോടെ ചക്ക. ജനകീയ സമരങ്ങളെ ഭരണ സ്ഥാപനങ്ങളെ എടാ നോക്കടാ, ഒരു സെക്കൻഡ്, ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒറ്റക്കാലി കറങ്ങി 180 ഡിഗ്രി പാൻ ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ആ ഷോട്ടിന് ഇങ്ങനെ ഒരു ജഗപ്പൊക ഇമ്പാക്ട്. അതെ, ഈ 2 സെക്കൻഡിൽ 2 കാലം തിരിഞ്ഞാൽ കിട്ടൂലായിരുന്നു. കിട്ടോടാ, പക്ഷെ അത് നിന്റെ പന്ന പരട്ട പെറുക്കി ചാനലിലെ കാണിക്കാൻ പറ്റൂ. കൊള്ളാവുന്ന ചാനലുകാർ വെട്ടും എഡിറ്റിംഗ്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന വിശ്വസിലെ വെട്ടാൻ പഴുതുണ്ടാവില്ല. അതാണ് നോക്കടാ ചക്ക. ഏറെ തൽപരനായ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ശ്ശേ, വെട്ടി തീണ്ടി. കണ്ടോ, ആമ്പിള്ളേർക്ക് വെട്ടാനേ പഴുത് വേണ്ട. ആ അതെ വേണു. എടാ ഞാൻ വന്ന് ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കി ഷൂട്ട് ചെയ്ത് തന്നപ്പോ എന്റെ ഫുട്ടേജിലിട്ട് തന്റെ പിള്ളേരെ കട്ടിങ്ങും ക്നാപ്പിങ്ങും പഠിക്കുന്നോ? കണ്ടിന്യൂറ്റി സെൻസ് ഇല്ലാത്ത റാസ്കൽസ്. എന്താണ് സോറിയാ? സോറി ചുരുട്ടി നിന്റെ കാലി കക്ഷത്തിന്റെ ഇടയിൽ വെക്കടാ. ആവശ്യമുള്ളപ്പോ ഞാൻ വാങ്ങിച്ചോളാം. എന്താടാ ഇവിടെ നിന്ന് കിണിക്കുന്നുണ്ടായിരുന്നല്ലോ കിക്കി കിക്കിന്ന് 2 ഇരട്ട തിരക്കഥാകൃത്തുക്കള്. എന്തറിഞ്ഞിട്ടാ? വേണുതേ, ഇവരെന്റെ ഫ്രണ്ട്സാ. 5 സൂപ്പർ ഹിറ്റ് സിനിമകൾ അവരുടെ പേരില് എന്റെ NBA വേണ്ടിട്ട് ഒരു പ്രോഗ്രാം ഡിസ്കഷൻ വേണ്ടി വന്നാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി, അങ്ങോട്ട് വേണ്ട. എന്നോടും പറയും ഇവരോടും പറയും. ഉണ്ടിരുന്നപ്പോ ഒരു വിളി കേട്ട് ക്യാമറയുടെ പുറകെ ഇറങ്ങി പുറപ്പെട്ടതല്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോൾഡ് മെഡൽ കഴുത്തിൽ അണിഞ്ഞിട്ട് സിനിമയുടെ പുറകെ പോയില്ല. എന്താ മാനിപ്പുലേറ്റ് ചെയ്ത് ഒറിജിനൽ വിഷ്വൽസ് ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു എന്റെ കഴപ്പ്. മനസ്സിലായ? അവന്മാരുടെ ഒരു സിനിമ. വീരവാദത്തിന് കയ്യും കാലും വെച്ച പോലെ ഉണ്ട്. പക്ഷേ പണ്ടത്തെ ചായക്കടക്കാരൻ മീശക്കാരന്റെ പട്ടാളക്കഥ പോലെ. പട്ടാളക്കഥ തന്നെ. കാർഗിൽ വാർ ഡിഫൻസ് മിനിസ്ട്രിക്ക് വേണ്ടി കവർ ചെയ്താരാ? വനാ. മുംബൈ താജ് ഹോട്ടലിലെ ടെററിസ്റ്റ് അറ്റാക്ക് സീനിന് വേണ്ടി കമാൻഡോ ഓപ്പറേഷൻ കവർ ചെയ്താരാ? അഴകപ്പനാ? അഴകപ്പനല്ല, നിന്റെ അപ്പൻ. വെരി ഗുഡ്.